ഈ വീഡിയോ കേരള റിവൈവൽ പാർട്ട് 3 ആണ്. തൽക്കാലത്തേക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട എപ്പിസ്കോപ്പൽ റിവൈവൽ ഈ വീഡിയോയോട് കൂടി തീരുകയാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയമുണ്ടെങ്കിൽ അടുത്ത കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പാർട്ട് 4ഉം പാർട്ട് 5ഉം ഒക്കെ വരുന്നതായിരിക്കും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ പാർട്ട് 5ൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യേണ്ട മെറ്റീരിയലാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്താണ്, എവിടുന്നാണ് ക്രിസ്ത്യാനിറ്റി, അതായത് ക്രിസ്ത്യൻ സഭകൾ, ചർച്ചുകൾ സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പോൾ പല ഇത് പറയും ജെറുസലേമിൽ നിന്നാണ് ആദ്യത്തെ ക്രിസ്ത്യൻ ചർച്ച്, അതായത് ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യുന്ന ക്രിസ്ത്യാനിറ്റി സ്റ്റാർട്ട് ചെയ്ത ചർച്ച് എന്ന് പറയുന്നു. ടർക്കിയിലടുത്തുള്ള നേരത്തെ ടർക്കി എന്ന് പറയുന്നു, ചിലർ പറയുന്നു അത് സിറിയയിലാണെന്ന് പറയുന്നു, അത് ലെബനനാണെന്ന് പറയുന്നു, അതായത് അന്ത്യോക്യ. പിന്നീട് അത് മാറിയിട്ട് അവിടുന്ന് ടർക്കിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി എന്ന് പറയുന്നു. അവിടെയാണ് മോഡേൺ ക്രിസ്ത്യാനിറ്റി. അപ്പം ആ വാക്കിന് പ്രത്യേകതയുണ്ട്. അതായത് ജൂയിഷ് അല്ലാത്ത ജെൻറ്റൈൽസ് അവരെയും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്ത്യൻ ചർച്ച് ഉണ്ടായത് അന്ത്യോക്യയിലാണെന്നാണ് പറയുന്നത്. ഇതീ പറയുന്ന ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചുള്ള അറിവേ ഉള്ളൂ, അതില്ലാതെ എനിക്ക് പറയുന്ന ഇതിൻ്റെ റിസർച്ച് മെറ്റീരിയലൊന്നും കയ്യിലില്ല. കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം. അപ്പം അവിടുന്നാണ് ഈ ചർച്ച് സ്റ്റാർട്ട് ചെയ്തത്. എഗ്രീഡ്, അന്ത്യോക്യ. അതായത് ജൂയിഷ് അല്ലാത്ത നോൺ ജൂയിഷ് ജെൻറ്റൈൽസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് അതിനോട് ഗോസ്പൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ക്രൈസ്റ്റിൻ്റെ ഫോളോവേഴ്സ്. അപ്പോൾ ഞാൻ ചോദിക്കുക, അതിനുശേഷം നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ സിറിയൻ ക്രിസ്ത്യൻസ് എന്ന്, സിറിയയിൽ നിന്ന് വന്ന ക്രിസ്ത്യൻസ്, അതായത് 1-ാം നൂറ്റാണ്ട് ചർച്ച്, അല്ലെങ്കിൽ ഇവിടുത്തെ സിറിയൻ ക്രിസ്ത്യൻസ് പറയുന്നുണ്ട് 2000 വർഷം പഴക്കമുള്ള ക്രിസ്ത്യാനിറ്റിയാണ് സിറിയൻ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ ചർച്ചസ് എന്ന് പറയുന്നവരുണ്ട്. അപ്പം ആ തലത്തിലൂടെ നമുക്ക് പിന്നീട് പോകാം. ഇപ്പം നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചർച്ച് തുടങ്ങിയ സ്ഥലം എവിടെയാണ്? അന്ത്യോക്യ. എഗ്രീഡ്. അവിടെ ഇപ്പം ക്രിസ്ത്യൻ ചർച്ച ഉള്ളത്? എൻ്റെ ചോദ്യമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഈജിപ്തിൽ ചർച്ച തുടങ്ങിയെന്ന് പറയുന്നു. ഇത് ബൈബിളിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഈ സംഭവം ഞാനീ പറയുന്നത്. അവിടെ ഇപ്പം അലക്സാൻഡ്രിയയിൽ ചർച്ച തുടങ്ങിയെന്ന് പറയുന്നു. അവിടെ എത്ര ചർച്ചുണ്ട്? അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്നു എന്ന് പറയുന്നു. എത്ര ക്രിസ്ത്യൻസ് ഉണ്ട്? മൈനോറിറ്റി. ഈ പറയുന്ന അന്ത്യോക്യയിൽ അവിടെ ജാക്കോബൈറ്റിൻ്റെ, അതായത് കേരളത്തിലെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നു. അതും വളരെ മൈനോറിറ്റി, ചെറിയ ഭാഗമേ ഉള്ളൂ. മറ്റുള്ള ചെറിയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്, കോപ്റ്റിക് ക്രിസ്ത്യൻ, മറ്റുള്ള ക്രിസ്ത്യൻസ്. അതായത് എവിടുന്നാണ് ക്രിസ്ത്യാനിറ്റി ഒരു ഭാഗത്ത് തുടങ്ങിയത്? ആ രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷമായി പോയി. അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നോ ഇല്ലയോ? യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അവിടെ പല രീതിയിൽ മാറ്റങ്ങളുണ്ടായി. അവിടെ നിർബന്ധിച്ച് അവരെ ഇസ്ലാമിലോട്ട് മാറ്റിയെന്ന് പല രീതിയിലാണ് പലതും പറയുന്നത്. പല ചരിത്രങ്ങളും പല രീതിയിലാണ് പറയുന്നത്. നിർബന്ധിച്ച് അവരെ ഇസ്ലാമിലോട്ട് മാറ്റിയെന്ന് പറയുന്നു. പക്ഷെ അവിടുന്ന് ക്രിസ്ത്യാനിറ്റി കേരളത്തിലോട്ട് വരുന്നു. അപ്പം ആ ക്രിസ്ത്യാനിറ്റിയെ പറ്റി നിങ്ങൾ ആലോചിക്കുക. അതായത് എപ്പിസ്കോപ്പൽ ചർച്ചസ് അവർ പാരമ്പര്യ ക്രിസ്ത്യാനികൾ. അപ്പോൾ ഈ പാരമ്പര്യ ക്രിസ്ത്യാനികൾ, ഞാൻ ചില വീഡിയോയിൽ താഴെ വളരെ നിങ്ങളൊക്കെ എന്നെ അറ്റാക്ക് ചെയ്താൽ സംസാരിക്കുന്നത്, ഞാൻ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ അംഗീകരിക്കേണ്ട. പക്ഷെ അതിനെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിക്കും, ഞാൻ ഈ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. ഇനി നമ്മുടെ എപ്പിസ്കോപ്പൽ ചർച്ച് കേരളത്തെ പറ്റി ഞാൻ പറയാം. എൻ്റെ റിസർച്ച്, ഞാനൊരു കാര്യം കൂടെ പറയാം അതിനു മുമ്പ്. ഇപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും ഞാൻ ഇതിനെപ്പറ്റി എങ്ങനെ റിസർച്ച് ചെയ്യുന്നത്. ഞാൻ എല്ലാ വർഷവും ഏകദേശം 6-7 ദിവസം, കഴിഞ്ഞ കോവിഡ് സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് ഹോങ്കോങ്ങിൽ ഒരു വലിയൊരു റിസർച്ച് ഗ്രൂപ്പുണ്ട്, ഒരു ഇൻ്റർനാഷണൽ റിസർച്ച് ഗ്രൂപ്പാണ്, ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ട്. അവരുടെ പേരവർ വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല, കാരണം അവർക്ക് പബ്ലിക്കിൽ പറയാൻ താല്പര്യമൊന്നുമില്ല. ഇതിന് പല NGOസും ഫണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്ത്യയുടെ പല മേഖലയുടെയൊക്കെ ആ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ അവർക്കൊരു ക്യാമ്പുണ്ട് ഹോങ്കോങ്ങിൽ വെച്ച്. അതിനൊരു സ്ഥിരമായിട്ട് പോകുന്നില്ല. ഞാൻ 2-3 വർഷം കൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ വർഷം ഞാൻ അത് പോകുന്നുണ്ട് ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി. ലോകത്തുള്ള 10,500 പേരാണ് പങ്കെടുക്കുന്നത്.
അപ്പം അതിനകത്ത് വെച്ചാണ് ഈ പഠിക്കുന്നത്. ഇതിൻ്റെ സാമ്പിൾസ് എങ്ങനെ എടുക്കുക, ചോദിച്ചെങ്ങനെ അറിയും. കാരണം ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇപ്പം ഇവരുടെ ഈ സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടാണ് IMF-നാണെങ്കിലും വേൾഡ് ബാങ്കിനാണെങ്കിലും മറ്റുള്ള പല ഏജൻസികൾക്കും ഈ റിസർച്ച് മെറ്റീരിയൽ പോകുന്നത്. അപ്പം അതിനകത്ത് ഞാൻ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ആണ്. ഈ സംഭവം ആദ്യം മനസ്സിലാക്കുക, അല്ല ഞാൻ വെറുതെ കയറി പറയുന്നതല്ല ഇതൊക്കെ. അപ്പം അതായത് അതുകൊണ്ട് ഇതെങ്ങനെ സാമ്പിൾ എടുക്കുന്നതൊക്കെ എനിക്കറിയാം. ഇതെങ്ങനെ അത് കഴിഞ്ഞ് എങ്ങനെ അനലൈസ് ചെയ്യണം, എങ്ങനെയാണ് കൺക്ലൂഷൻ. കാരണം ഈ ലോകത്തിലെ പ്രധാനപ്പെട്ട ഏജൻസികൾക്കൊക്കെ അതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്ന ഈ പറയുന്ന റിസർച്ച് ഏജൻസിയാണ്. നമ്മൾ ഈ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻസ്. ഞാൻ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഒന്ന് ആലോചിച്ച ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ പറയുന്നു ഈ എപ്പിസ്കോപ്പൽ ചർച്ചകളിൽ നിന്ന് ആൾ പോകുന്നില്ല, കൊഴിയുന്നില്ല എന്നൊക്കെ പറയുന്നു. ഓക്കെ, എൻ്റെ ഒരു ചോദ്യം ചോദിക്കണ്ടേ? നിങ്ങൾ ഈ പറയുന്ന നിങ്ങളോടൊരു ചോദ്യം കറക്റ്റായിട്ട് അങ്ങ് ചോദിക്കുക. പണ്ട് 150-200 പേരൊക്കെ പോയിക്കൊണ്ടിരുന്ന പല പള്ളികളുണ്ട്. അതായത് മലങ്കര കാത്തലിക്, ഓർത്തഡോക്സ്, ജാക്കോബൈറ്റ്, CSI, കാത്തലിക്സ്. പല ഭാഗത്തും പല പോക്കറ്റുകളിലായിട്ടുണ്ട്. ഇന്ന് ആ പള്ളികളിൽ എത്ര പേര് മെമ്പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം? എൻ്റെ ചോദ്യമാണ്. പലയിടത്തും ഇന്ന് 10-15 മെമ്പേഴ്സേ ഈ പള്ളിയിൽ ഉള്ളൂ. അറിയാം നിങ്ങൾക്ക് ഈ സംഭവം? ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പല പള്ളികളിലും ഈ പള്ളികളിൽ ഈ 15 മെമ്പേഴ്സിൽ ഇവരുടെ മക്കളൊക്കെ വിദേശത്താണ്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണ്. അപ്പോൾ ഈ 15 മെമ്പേഴ്സ് എന്ന് പറയുന്നവരുടെ പ്രായം എന്ന് പറയുന്നത് എല്ലാം 50, 60, 75 ഒക്കെയാണ് പ്രായമായി. എല്ലാവർക്കും അസുഖബാധിതരാണ്. അപ്പോൾ ഈ പള്ളികളിലൊക്കെ ഇപ്പോൾ പല ഓർത്തഡോക്സ് പള്ളി എനിക്കറിയാം, മലങ്കര കാത്തലിക്സ് പള്ളി എനിക്കറിയാം, മർത്തോമ പള്ളി എനിക്കറിയാം. ഇവിടെ മാസത്തിൽ 1 പ്രാവശ്യം മാത്രമേ കുർബാനയുള്ളൂ, അല്ലെങ്കിൽ 2 മാസത്തിൽ 1 പ്രാവശ്യമേ കുർബാനയുള്ളൂ. ഈ ആൾക്കാർ മരിക്കുമ്പോൾ, അതായത് ഈ 15 പേരെന്ന് പറഞ്ഞാൽ അടുത്ത 2 വർഷം കഴിയുമ്പോൾ അത് 5 പേരാവും, 5 ഫാമിലിയേ ഉള്ളൂ. പിന്നീട് ഈ പള്ളി അങ്ങ് അടച്ചു പൂട്ടുക. അപ്പം അടച്ചു പൂട്ടുമ്പോൾ ഇവരുടെ ആകെ സംഭവം എന്തുവാ? അതായത് സെമിറ്റേരി, അവർക്ക് കുഴിച്ചിടാൻ വേണ്ടിയുള്ള സ്ഥലം മാത്രമായിട്ട് കേരളത്തിൽ എത്രയോ പള്ളികളുണ്ട്. ഈ എപ്പിസ്കോപ്പിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നവർ, ഇതിനെ ഞാൻ നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ പറ്റും ഈ സംഭവം? ഇനി അടുത്തൊരു പോയിന്റ്. ഓർത്തഡോക്സ് സഭയിൽ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മെത്രാൻ, അദ്ദേഹം കോട്ടയത്ത് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പം അദ്ദേഹം കോട്ടയത്ത് ഒരു പള്ളിയിൽ വെച്ചിട്ട് പറഞ്ഞു, എത്ര പേർക്ക് നമ്മുടെ ഈ അച്ഛനാകാൻ താല്പര്യമുണ്ട് അതേ സഭയിൽ? അവിടെ ചെറുപ്പക്കാരിൽ പുറകെ ഓടി അങ്ങ് പോയി. എന്നിട്ട് ഈ തിരുമേനി ഫർദറായിട്ട് പറയുകയാണ്, പല പള്ളികളിലും അച്ഛന്മാരായിട്ട് പോകാൻ ആൾക്കാരെ കിട്ടുന്നില്ല. പല അച്ഛന്മാരും റിട്ടയർഡായി, 80-85 വയസ്സുള്ള അച്ഛന്മാരാണ് പല പള്ളികളിലും ഉള്ളത്. അവരുടെ കാലയെ പിടിച്ചാണ് കുർബാന നടത്തി. ഈ അച്ഛന്മാർക്ക് 80 വയസ്സായി, ഇവർക്ക് ബോധമില്ല, ഓർമ്മയില്ല. കാസായും പീലാസായും ഈ കുർബാന എടുക്കുന്ന സംഭവം, അതിൻ്റെ എക്സാക്റ്റ് വേർഡ് മറന്നുപോയി. അപ്പം ഇത് പ്രോപ്പറായിട്ട് ഏത് കയ്യിൽ ഇങ്ങനെ പടിഞ്ഞാറോട്ട് എടുക്കും, കുർബാന ഇങ്ങനെ എടുക്കും, പടിഞ്ഞാറോട്ട് എടുക്കും. ഞാൻ ഈ ഓർത്തഡോക്സിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെയല്ല മലങ്കര റീത്തിലും ഈ പറയുന്ന അച്ഛൻ ഇതങ്ങ് മറന്നുപോയി. എവിടെ ഇടയ്ക്ക് വെച്ച് മറവി വരുക. പിന്നെ ആൾക്കാർ പോയിട്ട് അച്ഛനെ ഉണർത്തുക, അച്ഛൻ അങ്ങനല്ല ഇത് ഇങ്ങനെ പറയണം. അതിനിടയ്ക്ക് ചൊല്ലേണ്ട കൗമായും ഈ പറയുന്ന പ്രാർത്ഥനയും അച്ഛനങ്ങ് മറന്നുപോകും. പ്രായം, കാരണം അച്ഛനെ റീപ്ലേസ് ചെയ്യാൻ ആളില്ല. ഇനി ആ പള്ളികളിലൊക്കെ നിങ്ങൾ കേട്ടാണ് ശുശ്രൂഷകർ, അതിന് പോകാൻ ആളില്ല. അതുകൊണ്ട് ബംഗാളികളെയൊക്കെ വെച്ച് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പലയിടത്തും നിങ്ങൾ പത്രങ്ങളിൽ വാർത്ത കണ്ടു കാണും. ഇത് യാഥാർത്ഥ്യമാണ് സുഹൃത്തെ, ഇത് വലിയൊരു സത്യമാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, വരാൻ പോകുന്ന 10 കൊല്ലത്തിനുള്ളിൽ കേരളത്തിലെ സിറിയൻ എപ്പിസ്കോപ്പൽ ചർച്ചസിൻ്റെ വെടി തീർന്നു പോകും. അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എവിടെ പോകും? ഞാൻ ഈ പറയുമ്പം നിങ്ങൾ ആദ്യം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ പെൻറ്റക്കോസ്റ്റ് വളരുന്നത്? ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് ആൻസർ ഞാൻ പറയാം. അതായത് നമ്മുടെ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള എപ്പിസ്കോപ്പൽ ചർച്ചിൻ്റെയും
ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റാണ്. ഇപ്പോൾ ഒരു അച്ഛനുണ്ട്, അച്ഛൻ്റെ മേഖലയിൽ വികാരി ജനറലുണ്ട്, ഡയോസസ് ഉണ്ട്, കമ്മിറ്റിയുണ്ട്, അതിൻ്റെ മുകളിലൊരു ബിഷപ്പുണ്ട്. ഡയോസസ് അത് ഭദ്രാസന തിരുമേനി, പിന്നെ ബാവ തിരുമേനി, ആർച്ച് ബിഷപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ കിടക്കുക ചെയിൻ പോലെ. അതായത് ട്രഡീഷണൽ എപ്പിസ്കോപ്പൽ ചർച്ച്. ഇതിനകത്തെ അച്ഛൻ എവിടെയെങ്കിലും സമയമുണ്ടോ ഈ മിഷൻ നടത്താൻ? ഈ പറയുന്ന പ്രായമുള്ള അച്ഛൻ എത്ര വീട്ടിൽ പോകാൻ പറ്റും? ഇവിടെയാണ് പെട്ടുപോകുന്നത്. മറ്റേ പെന്തക്കോസ്റ്റ് എന്തുവാ? അവർക്ക് ഒരു സംഭവമില്ല, അവർക്കൊരു മീഡിയേറ്റേഴ്സ് ഇല്ല, അവർക്ക് ബോസ് ഇല്ല, ഒന്നുമില്ല. അവർക്ക് ഒറ്റ ബോസേ ഉള്ളൂ, ക്രൈസ്റ്റ്. അതാദ്യം മനസ്സിലാക്കുക ഈ പോയിന്റ്. അവിടെയാണ് പെന്തക്കോസ്റ്റ് മൂവ്മെന്റിന്റെ റിവൈവൽ ബേസ് ആയിട്ട് കയറിപ്പോയത്. നിങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ബോസും അച്ഛനും തിരുമേനിയും കപ്പിയാരും അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ ഇങ്ങനെ ഒരു സൈഡിൽ നിൽക്കുന്നു, റോൾസ് റോയ്സ് കാറെ പോകുന്നു, ആ കാറെ പോകുന്നു, ഈ കാറെ പോകുന്നു. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഈ പറയുന്ന പാസ്റ്റർക്കാകെ ഒരു ബൈബിൾ മാത്രമേ ഉള്ളൂ. അവർക്ക് വലിയ പള്ളിയൊന്നും വേണ്ട, ഒരു മരത്തിന്റെ മൂട്ടിയിരുന്ന് അവർ പ്രാർത്ഥിക്കും, അത് ചർച്ച അവരുടെ. ഇതാണ് വ്യത്യാസം. ആദ്യം മനസ്സിലാക്കുക. ഇത് മറ്റേ ഭയങ്കര പിന്നീട് നമുക്കറിയാവുന്ന സംഭവം എന്താണ്? കാത്തലിക് സഭയായിട്ട് വടക്കോട്ട് നോക്കണോ, തെക്കോട്ട് നോക്കണോ, പടിഞ്ഞാറോട്ട് നോക്കണം. നമ്മുടെയൊക്കെ ചെറുപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് കാത്തലിക് സഭയിൽ ഈ അച്ഛന്മാർ തമ്മിൽ തല്ലുന്ന് കണ്ടിട്ടുണ്ടോ? അപ്പം ആലോചിക്കുക നിങ്ങൾ, ഇവിടെ എവിടെയാണ് ക്രൈസ്റ്റ് ഉള്ളത്? എൻ്റെ ചോദ്യം, ഞാൻ ഈ സുവിശേഷമൊന്നുമല്ല പറയുന്നത്, ബേസിക്കലി ക്രിസ്ത്യാനിറ്റിക്കകത്ത് ക്രൈസ്റ്റ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എവിടെ ക്രൈസ്റ്റ് ഉള്ളത്? ഇവിടെ ഒരു ബിഷപ്പ് വരുന്നു, അംഗമാലി അവിടെ വരുന്നു, ഇവിടെ വരുന്നു, അട്ടിയും പിടിയും ബഹളം. ഇതൊക്കെ കാണുന്ന സാധാരണ വിശ്വാസി, എനിക്കറിയുന്ന പല കാത്തലിക്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരെങ്ങനാണ് നിങ്ങളെ ഒരു ഡിവൈനായിട്ട് കാണാൻ സാധിക്കുന്നത്? എൻ്റെ ചോദ്യമാണ് എപ്പിസ്കോപ്പൽ ആൾക്കാരോട് ചോദിക്കുകയാണ്, എങ്ങനെ കാണാൻ പറ്റും? ഇവിടൊക്കെയാണ് പ്രശ്നം. മറ്റൊരു ഭാഗം യാക്കോബായ ഓർത്തഡോക്സ്. അപ്പൊ ഈ അച്ഛന്മാർക്കോ സുവിശേഷം ചെയ്യാം, ഈ പറയുന്ന ഗോസ്പൽ ചെയ്യാൻ പറ്റുമോ? ഇവരെവിടൊക്കെ എൻഗേജ്ഡ് ആണ്? ഇവരെല്ലാം മുഴുവന് കടിഞ്ഞാണ്ടകത്ത് കിടക്കുകയാണ്. ഇനിയത്തെ കേരളത്തിലെ പ്രബലമായ ചർച്ച യാക്കോബായ ഓർത്തഡോക്സ്. അവർക്ക് ഈ പറഞ്ഞ പോലെ ബിഷപ്പും മെത്രാന് അങ്ങനെ ചള്ളുചവർ ഇങ്ങനെ കിടക്കുക. അവരുടെ പ്രധാന ജോലി എന്തുവാ? ഇന്ന് ഒരു കൂട്ടർ പ്രധാന ജോലി പള്ളി പിടിക്കുക, മറ്റൊരു കൂട്ടർ ജോലി പള്ളിയുടെ മുമ്പിൽ പള്ളി പിടിക്കാതിരിക്കാൻ വേണ്ടി അവർ നിൽക്കുക. പള്ളിയിൽ ആൾക്കാരുണ്ടോ? ഇല്ല. ആർക്ക് വേണ്ടിയാണ് പള്ളി പിടിക്കുന്നത്? അവർക്കറിയത്തില്ല. ഇതെല്ലാം കോടതിയാണ്, അതാണ്, ഇതാണ്. ആർക്ക് വേണ്ടിയാ? പള്ളിയിൽ എത്ര പേരുണ്ട്? അതിനെപ്പറ്റി അറിയത്തില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആ ഡെപ്തിൽ കാര്യങ്ങൾ കാണണം. ഇപ്പം ഇവിടെ എവിടെയാണ് ഗോസ്പൽ ഉള്ളത്? ഇവിടെ എവിടെയാണ് ക്രിസ്ത്യാനിറ്റി ഉള്ളത്? നിങ്ങൾ പറയാം, നിങ്ങൾ എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇത് കാണുന്ന ചെറുപ്പക്കാരാണെങ്കിലും വിശ്വാസികൾക്ക് എന്താ തോന്നുന്നത്? അപ്പൊ അവരുടെ ഒരു സംഭവമേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടാൻ ഒരു സ്ഥലം വേണം. ഇതാണ് പറയുന്നത് പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞ മൂവ്മെന്റ് റിവൈവൽ മൂവ്മെന്റ് ആയത്. ഞാനിത് പറയുമ്പോൾ തമാശയായിട്ടല്ല നിങ്ങളിത് കാണണ്ടേ, വളരെ സീരിയസ് ആണ് ഈ സംഭവം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അതായത് വരാൻ പോകുന്ന 5, 6, 10 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ എപ്പിസ്കോപ്പൽ ചർച്ചസേ ഇല്ലാതാവും. കാരണം അത് നടന്നിരിക്കും. എന്തുകൊണ്ട് നടക്കും? ഇത് തുടങ്ങിയത് എവിടുന്ന് അവിടെ തീർന്നു. അത് കഴിഞ്ഞ് ആദ്യകാലത്തെ ചർച്ചകളാണ് കേരളത്തിൽ വന്ന് സിറിയൻ ക്രിസ്ത്യൻ എന്താണ് നമ്മൾ ബ്രിട്ടനിൽ കാണുന്നത്. എൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? അവിടെ ആംഗ്ലിക്കൻ ചർച്ച. ഈ ആംഗ്ലിക്കൻ ചർച്ചിന് എത്ര നാൾ നിൽക്കാൻ പറ്റും? അവിടെ ചർച്ചകളിൽ അവിടെ യൂറോപ്പിലെ പല കാത്തലിക് ചർച്ചിലൊക്കെ കേരളത്തിൽ നിന്ന് അച്ഛന്മാർ പോയില്ലെങ്കിൽ അവിടെ വർഷിപ്പും കുർബാനയും നടക്കില്ല. എന്തുകൊണ്ട്? അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ കാരണം എന്താ? നിങ്ങൾ എൻ്റെ താഴെ വന്ന് പല ആൾക്കാരും ചോദിക്കുന്നു, പല പള്ളികളും ബാറുകളായി ആണോ? സത്യമോ? ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. പള്ളികളിലെ ആൾക്കാരില്ല. അതായത് ഇവർ ഈ പറയുന്ന ട്രഡീഷണൽ ചർച്ചുകളായിരുന്നു. ഈ ട്രഡീഷണൽ ചർച്ചിന് കുറച്ച് കഴിയുമ്പം ഇതിനകത്ത് ഈ പറയുന്ന ക്രൈസ്റ്റ് ഇല്ലാതായി. ഇത് ക്രൈസ്റ്റ് ഇല്ലാതായി കഴിയുമ്പോൾ ബിസിനസ്സായി. ഇവിടെയാണ് ആംഗ്ലിക്കൻ ചർച്ചിനും കാത്തലിക് ചർച്ചിനും ഈ പറയുന്ന ട്രഡീഷണൽ ചർച്ചുകൾക്ക് ഉണ്ടായ ഏറ്റവും വലിയ സംഭവം. ഇവർ ഈ പറയുന്ന പോലെ അതിനകത്ത് റിഫോംസ് എന്ന് പറഞ്ഞ സംഭവം ഇവർ കാണാൻ മറന്നുപോയി.
ഇനി അടുത്ത എൻ്റെ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ 1905 വില്യം ജെ സൈമർ അസൂസ് റിവൈവൽ എന്ന് പറഞ്ഞ ലോസ് ഏഞ്ചലസ് ഈ സംഭവം തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ചോദ്യമാണ്, നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയുക, ലോകത്ത് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ മൈനോറിറ്റി ആയി പോയേനെ. അത് നിങ്ങൾക്ക് മനസ്സിലായ സംഭവം എന്താണ്? കാരണം ഇവിടെയുള്ള വിശ്വാസികളും ബ്രിട്ടനിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും സ്വിറ്റ്സർലൻഡ് ആണെങ്കിലും പല രാജ്യങ്ങളിലും ജർമ്മനി ആണെങ്കിലും നോൺ ബിലീവേഴ്സ് ഉണ്ടായി. അതിൽ പല ആൾക്കാരും ഇസ്ലാമിലോട്ട് പോയി, മറ്റു പല മതങ്ങളിലോട്ട് പോയി, പല ആൾക്കാരും മാതാമൃതാന്തം എടുത്തോട് വന്നു. ഇതൊക്കെ നമുക്ക് കാണാവുന്ന സംഭവമാണ്. അതിൻ്റെ കാര്യം എന്തുവാ? കാരണം ട്രഡീഷണൽ ചർച്ചസിന് പിടിച്ചു നിൽക്കാനും ഡിവൈനും അവരുടെ കച്ചവടത്തിലോട്ട് പോയി കഴിഞ്ഞപ്പം ഇതിനകത്ത് ക്രൈസ്റ്റ് ഇല്ലാതായി. എൻ്റെ പഠനമായത്. പിന്നെ മറ്റൊന്ന്, ഈ റിവൈവൽ നടന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ്, അതായത് നിങ്ങൾ ഈ ട്രഡീഷണൽ ചർച്ചിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രശ്നം? ഇവർ വലിയ ധനവാന്മാരാണ്, ഇവർക്ക് ഫാമിലി ഭയങ്കരമാണ്, ഇവർക്ക് ഉന്നത കുലമായ ജാതിയും മതവും ആണ് പെണ്ണ്. കാരണം പെണ്ണുങ്ങൾക്ക് അതിൻ്റെ സ്ഥാനമൊന്നുമില്ല ഈ പറയുന്ന ട്രഡീഷണൽ ചർച്ചിൽ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. ഈ റിവൈവൽ നടക്കുന്ന പെൻഡക്കോസ്റ്റൽ ചർച്ചുകളാണ് ബേസിക്കലി, എൻ്റെ അഭിപ്രായം, എൻ്റെ പഠനം അനുസരിച്ച്, അതായത് ലോകത്ത്, അതായത് ക്രിസ്ത്യൻ എന്ന് പറയുന്ന രീതിയിൽ, അതായത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ബൈബിൾ വായിച്ചെടുത്തോളം മനസ്സിലാക്കിയെടുത്തോളം ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നവർ. മറ്റേത് പീരീഡ്സിന് സമയത്ത് പോകും കാരണം സ്ത്രീകളെ സെമറ്റിക് മതത്തിൻ്റെ ഭാഗമായിട്ട് താഴ്ത്തിക്കെട്ടുന്ന കാര്യത്തിൽ ഈ ട്രഡീഷണൽ ചർച്ചകളും വലിയ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. നിങ്ങൾ മുസ്ലിംസിനെ മാത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഈ റിവൈവൽ നടത്തി ഈ പറയുന്ന ഈ റിവൈവൽ 1905 മുതൽ 1915 വരെ ആ റിവൈവലിൽ കൂടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ പറയുന്ന പുതിയ പെൻഡക്കോസ്റ്റ് ചർച്ചിന് അതിൽ തലയിലിടുന്ന തുണിയും കിണാപ്പും കോപ്പൊന്നും ഇല്ല അധികം പേർക്ക്. പിന്നെ ആൾക്കാർ ട്രഡീഷണലായിട്ട് ഇടുന്നത് അത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഉള്ള ഐസുകൾ മുഴുവൻ അങ്ങ് ബ്രേക്ക് ചെയ്തു. അതിനകത്ത് ജാതിയില്ലാതായി, മതമില്ലാതായി, വലിയ കെട്ടിടങ്ങളില്ലാതായി. അതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കുക. റവല്യൂഷനൈസ് ചെയ്തു. അത് 100 വർഷമേ ആയിട്ടുള്ളൂ, മറ്റേത് 2000 വർഷം കിടക്കുകയാണ്. ഇതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ റിവൈവൽ മൂവ്മെന്റ് ആണ് ഈ ലോകത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ എക്സിസ്റ്റ് ചെയ്തത്. എൻ്റെ കണ്ടുപിടുത്തമായത്, ഞാനിത് വായിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കിയ സംഭവം. അല്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ന്യൂനപക്ഷമായി മാറിയേനെ, വിശ്വാസികളില്ലാതായി മാറിയേനെ. ഇനി നമ്മൾ ഈ പറയുന്നുള്ള 80 കോടി കാത്തലിക്സ് ആണ് ലോകത്തുള്ളത്. എക്സാക്ട് കണക്ക് നിങ്ങൾക്കറിയോ? യഥാർത്ഥ വിശ്വാസികൾ കാത്തലിക്സ് ലോകത്ത് 15 കോടിക്ക് താഴെയുള്ളൂ. എൻ്റെ കാര്യം ഞാൻ പറയാം, നിങ്ങളിതൊക്കെ നിങ്ങൾ പലതും എടുത്ത് ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത സംഭവം കണ്ടുപിടിച്ചോണം. ഏറ്റവും കൂടുതൽ കാത്തലിക്സ് ഉള്ള രാജ്യം ഏതാണ്? ബ്രസീൽ. ഗ്രേറ്റ്. ബ്രസീൽ ഇന്ന് ഭൂരിപക്ഷം എന്ന് പറയുന്നത് പെൻഡക്കോസ്റ്റുകാരാണ്. എടുത്തു നോക്ക്. അവിടുത്തെ പ്രസിഡന്റും ബോൾസനാരോ അല്ല ലുലയും മറ്റേ ബോൾസനാരോ രണ്ടുപേരും പെൻഡക്കോസ്റ്റുകാരാണ്. അവർ രണ്ടുപേരും കാത്തലിക് ആയിരുന്നു. ഏറ്റവും വലിയ റിവൈവൽ നടത്തുന്ന ഈ പറയുന്ന ബ്രസീലിലാണ്. നിങ്ങൾ ഇവിടുത്തെ ഫുട്ബോളർ കക്ക എന്നൊക്കെ പറയുന്ന ആൾക്കാർ കളിക്കും. നേരത്തെ ഇവർ കുരിശ് വരയ്ക്കുമായിരുന്നു, ഇപ്പൊ ഒരു കുരിശ് വരയ്ക്കുന്നില്ല. ഫുട്ബോൾ ഗ്രൗണ്ടിൽ കയറുമ്പോഴാണ് ഇങ്ങനെ പെൻഡക്കോസ്റ്റുകാർ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതൊക്കെ? അതേപോലെ അർജന്റീന ഈ പറയുന്ന ഏറ്റവും വലിയ കാത്തലിക് രാജ്യമായിരുന്നു. അത് ഏകദേശം 70% പെൻഡക്കോസ്റ്റുകാരായി മാറി. നിങ്ങളിത് വേൾഡ് കപ്പ് ഫുട്ബോൾ ഈ പ്ലെയേഴ്സ് കളിക്കുമ്പോൾ അവർ കാണിക്കുന്നത് കണ്ടോണം, ഇൻക്ലൂഡിങ് അവരുടെ സീനിയർ ആയിട്ടുള്ള ഇൻക്ലൂഡിങ് മെസ്സി ഉൾപ്പെടെ. എന്താ സംഭവിച്ചത്? അവരും പെൻഡക്കോസ്റ്റുകാരായി. അതേപോലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പെറു എടുക്കുക, മെക്സിക്കോ, അതായത് മെക്സിക്കോയിൽ സ്പാനിഷ് ആൾക്കാർ അമേരിക്കയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ കാത്തലിക്സ് അല്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന പെൻഡക്കോസ്റ്റ് ചർച്ചസ് ആണ്. ഫിലിപ്പൈൻസ് എടുക്കുക, പല യൂറോപ്യൻ രാജ്യങ്ങളും പെൻഡക്കോസ്റ്റ് തരംഗമടിച്ചിരിക്കുകയാണ്, പല യൂറോപ്യൻ രാജ്യങ്ങളിലും. ഇതൊക്കെ റിയാലിറ്റിയാണ്. ഇനി ഞാൻ കൊറിയയെ പറ്റിയും ചൈനയെ പറ്റിയും വീഡിയോ ചെയ്യാം.
നിങ്ങൾക്കറിയാവുന്നൊരു പോയിന്റ് അറിയോ? അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിഷണറീസ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന രാജ്യമാരാണ്? കൊറിയ. ലണ്ടനല്ല. ലണ്ടനിൽ പണ്ടൊക്കെ LMS-ഉം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, വരാൻ പോകുന്ന വർഷങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മിഷണറിമാർ ലോകത്ത് പല ഭാഗത്തും പോകുന്ന രാജ്യം എന്തായിരിക്കും? ഇത് ഞാനല്ല, ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ ഇന്ത്യ എന്നായിരിക്കും. കാരണം ഇന്ത്യക്കാരത്ര കാരണം പവർഫുൾ ഇന്ത്യ ആണ്. യൂറോപ്പിലൊന്നും ആൾക്കാരില്ലല്ലോ. ഇന്ത്യയിൽ 140 കോടി ജനങ്ങളില്ലയോ? ഇതിന് ഇത്ര % കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അവരായിരിക്കും ലോകം മുഴുവനും പവർഫുൾ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ചൈന ഏറ്റവും കൂടുതൽ ലോകത്ത് അണ്ടർഗ്രൗണ്ട് ചർച്ചുള്ള ചൈനയിലാണ്. ഇതിനെപ്പറ്റി ഓരോ രാജ്യത്തെ പറ്റി ഞാൻ വീഡിയോ ചെയ്യാം. റഷ്യ നല്ലപോലെ അങ്ങ് മാറി. ഉക്രൈൻ, അവിടെ ഏറ്റവും കൂടുതൽ ഓർത്തഡോക്സ് അല്ല, അവിടെ ഉക്രൈനിൽ ഏറ്റവും കൂടുതൽ പെൻഡക്കോസ്റ്റ് ബിലീവേഴ്സ് ആണ്. അങ്ങനെ പല രാജ്യങ്ങളും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ 1905 അസൂസ് റിവൈവൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻസ് ന്യൂനപക്ഷമായി മാറിയേനെ. അപ്പൊ ക്രിസ്ത്യൻസ് ഇപ്പൊ ഇത്രയും കംഫോർട്ട് ലെവലിൽ നിൽക്കുന്നതിന്റെ കാര്യം അന്ന് നടന്ന പെൻഡക്കോസ്റ്റൽ റിവൈവലാണ്. മനസ്സിലാക്കി, കാത്തലിക്സ് എന്ന് പറയുന്ന സഭ ഇല്ലാതായി പോകും. കാരണം അതിൻ്റെ എല്ലാ സൂചനയും ലോകത്ത് മുഴുവനും തന്നു തുടങ്ങി. എല്ലായിടത്തും ഇവരെല്ലാം കൺവേർട്ട് ചെയ്യുവാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ എപ്പിസ്കോപ്പൽ സഭയിൽ ലണ്ടനിലെ ആംഗ്ലിക്കൻ സഭയും ഇങ്ങനെയുള്ള സഭകളൊക്കെ തകരേണ്ടത് ഈ ലോകത്തിൻ്റെ ആവശ്യമായി മാറി. അതാണ് യൂറോപ്പിലും ലണ്ടനിലും മറ്റുള്ളിടത്തൊക്കെ സംഭവിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് കണ്ണടച്ചിരുട്ടാക്കരുത്. ഞാൻ സ്റ്റഡി മെറ്റീരിയലാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് ഒരു സംഭവം പറയാം. 1996 ഞാൻ ആദ്യമായിട്ട് ഡൽഹി വരുന്ന സമയത്ത് ഞാൻ ഒരു ടെലിഫോൺ കണക്ഷൻ വേണ്ടി ഡൽഹി വന്നു. അല്ല, ജോലിക്ക് വേണ്ടി പോയത്. കാരണം എൻ്റെ വീട്ടിൽ ഒരുവിധ സാമ്പത്തികമുള്ളൊരു വീടാണ്. അപ്പനും ജോലിയുണ്ട്, അമ്മയ്ക്കും ജോലിയുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞങ്ങളുടെ വീട്ടിലിപ്പം ഒരാൾ പുറത്തോട്ട് കുറച്ച് ദൂരമൊക്കെ പോവുകയാണെങ്കിൽ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുക. അപ്പം അമ്മ പ്രാർത്ഥിക്കും. അമ്മയാണ് എൽഡർ ഫാദർ അവിടെ ഇല്ല. അപ്പം അമ്മ ഈ സമയത്ത് അവിടെ തമ്പാനെന്നും പറഞ്ഞുകൊണ്ട് തലയ്ക്ക് വലിയ, കാരണം പുള്ളിയെ മെൻ്റലി വലിയ പ്രശ്നമുള്ള കക്ഷിയാണ്. പക്ഷെ ഇയാൾ എല്ലാ ആശുപത്രികളിലും ഈ എല്ലാ വീടുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. ഇയാൾ നേരെ ചൊവ്വേ സംസാരിക്കാനൊന്നും അറിയത്തില്ല. ഇപ്പോൾ തമ്പാനെ വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാളെ കളിയാക്കുകയും 16-ത്തുള്ളവർക്കൊക്കെ ഈ തമ്പാനെ അറിയാം ശരിക്കും. ഇപ്പം എല്ലാ കല്യാണത്തിനൊക്കെ ഫ്രീ ആയിട്ട് പോയി കഴിക്കും. ആദ്യം ഈ തമ്പാനെ ആൾക്കാർ അവിടെ അടുപ്പിക്കത്തില്ലായിരുന്നു. പിന്നീട് ആൾക്കാർ, ഞാൻ ശ്രദ്ധിച്ചു, ആൾക്കാർ തമ്പാനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങി. കാരണം ഇത്ര വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ടോ, കാരണം നേരെ ചൊവ്വ സംസാരിക്കാൻ അറിയത്തില്ല. എല്ലാം ക്ലീൻ ഷേവ് ചെയ്തിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പുള്ളിയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, പുള്ളിയാണ് വീട്ടിലോട്ട് കയറി വരുന്നത്. ഇന്നും ഓർമ്മയുണ്ട് ആ ഒരു സംഭവം. അപ്പം പുള്ളി എന്നോട് എന്നെ വീട്ടിൽ വിളിക്കുന്ന മനോജ് എന്ന്. പുള്ളി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, പുള്ളി പ്രാർത്ഥിക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ പാടാണ്. പക്ഷെ എനിക്ക് ഇയാളെ അറിയാവുന്നതുകൊണ്ട് എന്താ പറയുന്നതെന്നറിയാം. പുള്ളി എന്നോട് പ്രാർത്ഥിച്ചിട്ട് പുള്ളി എന്നെ കെട്ടി അങ്ങ് പിടിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ, മനോജ് മോനെ, നീ പോയിട്ട് വാ, നീ തിരിച്ചു വരുന്ന രാജാവായിട്ടായിരിക്കും. എനിക്ക് മനസ്സിലായില്ല എന്തോ സംഭവം. ഞാനൊന്നും ആയിട്ടില്ല ഇപ്പോഴും. പക്ഷെ ഞാൻ ലൈഫിൽ ഇന്നും മറക്കാത്തൊരു ക്യാരക്ടർ ഈ തമ്പാനാണ്. കാരണം അത് പറയുമ്പം എനിക്കൊരു ഭയങ്കര ഇമോഷൻസാണ്. കാരണം ഞാൻ ഡൽഹി പോയിട്ട് തിരിച്ചു പെട്ടുപോയിട്ട് ഞാനൊരു ജേർണലിസ്റ്റ് ആയത്. അതിൻ്റെ വലിയ കഥകളൊക്കെ ഉണ്ട്. പല ആൾക്കാരും എന്നെപ്പറ്റി അത് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ തമ്പാൻ അത് കഴിഞ്ഞിട്ട് എവിടെയോ പോയി, പുള്ളി എവിടെയോ മരിച്ചു പോയി. പിന്നെ അതിനെപ്പറ്റിയുള്ള ഹിസ്റ്ററി ഒന്നും അറിയത്തൊന്നുമില്ല. കാരണം പത്തനാപുരം പുതുവൽ സ്വദേശിയാണ്. അപ്പം എന്നും എൻ്റെ ബുക്കിനകത്ത്, ഞാൻ എൻ്റെ ബയോഗ്രഫിക്കകത്ത് ഈ തമ്പാൻ്റെ ഒരു ഫോട്ടോ തപ്പി നടക്കുക. കാരണം ഞാൻ എൻ്റെ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്ന തമ്പാനാണ്. കാരണം പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, കാരണം ഞാൻ അത്ര വഷളനും വളരെ മോശപ്പെട്ടവനുമായിരുന്നു നാട്ടിൽ. അപ്പം അവിടുന്ന് ഞാനിങ്ങനെ ഈ ഡൽഹി യാത്രാ സമയത്ത് എന്നോടിങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട്, അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ അന്ന് മുതൽ ഈ ദൈവമെന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത സംഭവം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്നെ
ഏത് സഭയിൽ നിന്നും പറയാൻ പറ്റില്ല. പക്ഷേ ദൈവം എന്നൊരു ഫോഴ്സിനെ വിശ്വസിക്കുന്നത് ഈ തമ്പാലിൽ കൂടാണ്. താങ്ക് യു വെരി മച്ച്.